ഉണ്ടോ? ഗൾഫിൽ നല്ല ശമ്പളം ഇല്ലയോ? എടാ 60,75,550 രൂപ അക്കൗണ്ടിൽ കിടക്കുവേ. എന്നാ നമുക്ക് ട്രിപ്പ് അങ്ങ് പോയാലോ അണ്ണാ? എടാ കൊച്ചനെ, ഈ കേരളത്തിൽ ഞാൻ കാണാത്ത സ്ഥലങ്ങളില്ല. ഓ പിന്നെ പോണം. അയ്യോട് എടാ, ഞാൻ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് അങ്ങോട്ട് കയറി പ്ലെയിൻ അങ്ങോട്ട് പൊങ്ങി കഴിയുമ്പോണ്ടല്ലോ, അതിനകത്ത് ഇരുന്നോണ്ട് തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണും. നീ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടുണ്ടോ? ഇല്ല. അയ്യോട് അത്രേ ഉള്ളൂടാ, കണ്ണീന്ന് വെള്ളം വരത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ വാഗമണ്ണ്, മൊട്ടക്കുന്ന്, ഇടുക്കി ഡാം കണ്ടുണ്ടോ നീ? ഇല്ലില്ല. ഇവിടെ ഇത്രേ ഉള്ളൂടാ ഇടുക്കി ഡാം. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യും. അതെന്താ? എടാ അതാകുമ്പോൾ മധുര, തെന്മല, തെങ്കാച്ചി കണ്ടിങ്ങി വരാം. കാശല്യോടാ ഇതെല്ലാം. 60,75,550 രൂപ കയ്യിലിരിക്കുക. അല്ലാതെ കൈക്കാശിറക്കാൻ വയ്യാണ്ടല്ല. ജിത്തു, അയ്യോ, നീ എന്തുണ്ടാക്കാൻ വരുമോ? എടാ ജിത്തു, ഒന്നുമില്ലെങ്കിൽ ഞാൻ 60,75,550 രൂപ ഉള്ളൊരു ഗൾഫുകാരനാണ്. ആ ബാക്കി പറ. കേട്ടോ, നിനക്കത് മനസ്സിലായി. എടാ ഞാൻ 2017 ഒരു ഷർട്ട് എടുത്തു. ഓൻ ബ്രാൻഡടാ. എടാ അതിന്റെ ഒരു ബട്ടൺസ് പോയി. ഇവിടെ നൂലുണ്ട്. എന്നാ 10 രൂപ കൊടുത്തൊരു നൂല് മേടിക്കണം. എടാ 60,75,550 രൂപയ്ക്കകത്ത് ഒരു 10 രൂപ കൊടുത്ത് നീ നൂല് വാങ്ങിക്കാൻ പോകും. എന്താ, എനിക്ക് ഭ്രാന്താണ്. എൻ്റെ വൈഫ് ഡിഗ്രിക്ക് പഠിക്കുക, ബോട്ടണി എടുത്തേക്കുന്നത്. നിന്റെ ഈ ബോട്ടണിയുടെ പുസ്തകം വല്ലതും ഉണ്ടോ? എന്നാ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. ഓ, അത് കുഴപ്പമില്ലടാ, അവൾ എന്ത് കിട്ടിയാലും പഠിക്കും. എന്നാ വല്ല ഫയറും എല്ലാം മേടിച്ചു കൊടുക്കുക. ഇല്ലണ്ണാ, പുസ്തകം ഇല്ലണ്ണ, എൻ്റെ ഇല്ല. ജിത്തുടാ, എന്താണ് ജിത്തു? എടാ നിന്റെ ഒരു 50 രൂപ എടുക്കാനുണ്ടോടാ? എന്താണ്? എടാ എന്റെ അക്കൗണ്ടിൽ 60,75,550 രൂപ ഇല്ലയോടാ? എടാ അതിനകത്ത് 50 രൂപ എടുത്ത് അവള് തോപ്പോടി വാങ്ങിച്ചടാ. നിന്റെ 60 ലക്ഷം പഴം നിൽക്കണ പുല്ലേ അവിടെ.